വേദപുസ്തകത്തിനകത്ത് കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു പ്രവചനമായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന പ്രവചനം. ആ പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്. മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പാപമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന തിന്മ തകർച്ചകൾക്കെല്ലാം പിറകിൽ പാപ സ്വഭാവങ്ങളുണ്ട്. പാപം എന്ന് പറയുന്നത് നരകത്തിന്റെ പ്രോഡക്റ്റാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് യേശു കർത്താവ് മടങ്ങി വരുന്നത്. പാപം ചെയ്യാതെ വിശുദ്ധിയോടെ തന്നെ താൻ നിർമ്മലതയോടെ സൂക്ഷിച്ച് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ അത്രേ യേശു കർത്താവ് മടങ്ങി വരുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ തേജസ് നഷ്ടപ്പെട്ടു. പറഞ്ഞ്, പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ രോഗിയായി, തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ ശാപത്തിന് അധീനമായി, തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് ആയുസ്സിന്റെ ദൈർഘ്യം കുറയാനിടയായി. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവൻ എല്ലാം നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടവൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടവൻ ശാപത്തിന്റെ കീഴിൽ അകപ്പെട്ടു. തേജസ് പോയതിന്റെ കാരണം പാപമാണ്. വേദപുസ്തകം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ. ഇപ്പോൾ നിങ്ങൾ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. പ്രിയപ്പെട്ടവരെ, പാപത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. കണ്ണുകൾ കൊണ്ട്, ചെവികൾ കൊണ്ട്, വായ് കൊണ്ട്, ശരീരം കൊണ്ട് പാപം ചെയ്യാൻ നിന്നെ വിട്ടുകൊടുക്കാതെ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന രക്തമാണ് യേശുവിന്റെ പരിശുദ്ധമായ രക്തം. ആമേൻ. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 15-ാം വാക്യം. യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്? ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനാണെന്ന് പൗലോസ് പറയുകയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് കേവലം നമ്മുടെ മുഴ മാറ്റാനോ രോഗസൗഖ്യം തരാനോ വിടുതൽ തരാനോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ. പ്രധാനമായും യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപത്തെ വിമോചിപ്പിക്കാനാണ്. പല രോഗങ്ങളുടെ പിറകിൽ പാപമാണ്, പല തകർച്ചയുടെ പിറകിൽ പാപമാണ്, പാരമ്പര്യ ശാപങ്ങളാണ്. ഈ പാരമ്പര്യ ശാപങ്ങളെ, ഈ പാപത്തെ ചുമന്നൊഴിപ്പാൻ, ഈ പാപത്തെ ഇല്ലാതാക്കുവാൻ ദൈവം തൻ്റെ ഏക മകനെ, ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. വിമോചനത്തിനായി. പറഞ്ഞ്, എൻ്റെ വിമോചനത്തിനായി. ഫ്രീഡം, വിമോചനം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വിമോചനം. എത്ര പേർക്ക് പാപത്തിൽ നിന്ന് വിമോചനം വേണം? എത്ര പേർക്ക് ശാപത്തിൽ നിന്ന് വിമോചനം വേണം? എത്ര പേർ ആഗ്രഹിക്കുന്നു സാമ്പത്തിക ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം വേണം, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിമോചനം വേണം, മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് വിമോചനം വേണം? എബ്രായർ 9:22 വേദപുസ്തകം പറയുകയാണ്, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതിനാൽ നമ്മുടെ ജീവിതത്തിൽ റെമിഷൻ ഉണ്ടായി, റിഡംഷൻ ഉണ്ടായി, നമ്മുടെ ജീവിതത്തിൽ ഡെലിവറൻസ് ഉണ്ടായി. ഇന്നും ഇതിനകത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രക്തം നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുന്ന രക്തമാണ്. പലർക്കും പലതിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ പല ബന്ധനങ്ങളിൽ, പല അഡിക്ഷനുകൾ കിടക്കുന്നെങ്കിൽ അഡിക്ഷനുകളെ, ആ നുഖങ്ങളെ, ആ ബന്ധനങ്ങളെ യേശുവിന്റെ രക്തം ഉടച്ചു കളയും. എത്ര പേരൊരു വിമോചനം ആഗ്രഹിക്കുന്നു? ഫ്രീഡം, ഫ്രീഡം. യേശുവിന്റെ രക്തത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. പണ്ടാരോ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യേശുവിന്റെ രക്തം എങ്ങനെ പ്രവർത്തിക്കും? യേശുവിന്റെ രക്തം എങ്ങനെ പ്രവർത്തിക്കും? അത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളിലേക്ക് നിങ്ങളത് അപ്ലൈ ചെയ്യണം. നിങ്ങൾ പാപിയാണോ? യേശുവിൻ്റെ രക്തം നിങ്ങളുടെ പാപത്തെ വിമോചിപ്പിക്കും. നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലാണോ? യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ശാപത്തെ പൊട്ടിച്ചു കളയും. പക്ഷെ അത് അപ്ലൈ ചെയ്യണം. താനെ എന്ന് പറയുന്ന സ്ഥലത്ത്, ബോംബെയിൽ പ്രസിദ്ധമായ ഒരു സോപ്പ് കമ്പനിയുടെ മുമ്പിൽ കുളിക്കാതെ നനയ്ക്കാതെ ഒരു മനുഷ്യരിൽ നിന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലൂടെ 10 കണക്കിന് ലോറിക്കണക്കിന് സോപ്പുകളാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ബാത്റൂമിൽ സോപ്പ് ഇരിപ്പുണ്ടെന്ന് കരുതി ഒരിക്കലും ശരീരത്തിൻ്റെ അഴുക്കും ദുർഗന്ധവും പോകത്തില്ല. ആ സോപ്പ് നിങ്ങൾ വ്യക്തിപരമായി എടുത്ത് നിങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്
നിങ്ങളുടെ ദുർഗന്ധവും അഴുക്കും പോകുന്നത്. യേശുവിൻ്റെ രക്തം ഇന്നും സംസാരിക്കുന്നു, യേശുവിൻ്റെ രക്തം ഇന്നും പ്രവർത്തിക്കുന്നു. നിന്റെ പാപം വിമോചിക്കപ്പെടണമെങ്കിൽ, നിന്റെ ശാപങ്ങൾ മാറണമെങ്കിൽ ആ രക്തം നീ വ്യക്തിപരമായി സ്വീകരിച്ച് അത് നിങ്ങളിൽ അപ്ലൈ ചെയ്യണം. യേശുവിൻ്റെ രക്തത്തിന് വിമോചിക്കാൻ കഴിയാത്ത ഒരു പാപിയുമില്ല. യേശുവിൻ്റെ രക്തത്തിന് കഴുകാൻ കഴിയാത്ത ഒരു പാപവുമില്ല. യേശുവിൻ്റെ രക്തത്തിന് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു ശാപവുമില്ല. യേശു കർത്താവിന് വിടുവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തികളും ഇതിന്റെ നടുവിലില്ല. ബ്ലഡ് ഓഫ് ജീസസ്. വായി തുറന്ന് പറഞ്ഞ് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. ആ രക്തം എനിക്ക് വിമോചനം തരുന്നതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. റിഡംഷൻ യേശുവിന്റെ രക്തത്താൽ. വേദപുസ്തകത്തിനകത്ത് നിങ്ങൾക്കറിയാം ആദ്യമായി രക്തം ചൊരിഞ്ഞത് അല്ലെങ്കിൽ രക്തം ഒഴുകിയത് എവിടെയാണെന്ന്? ആദ്യമായി ഭൂമിയിൽ ബ്ലഡ് വീണത് എപ്പോഴാണെന്നറിയാമോ? ഹാബേലിനെ കയീൻ തലക്കടിച്ച് കൊന്നപ്പോൾ അല്ല. ആദ്യമായി ഭൂമിയിൽ രക്തം വീണത് അപ്പോഴല്ല. അതിനു മുമ്പ് ഒരു രക്തച്ചൊരിച്ചിലുണ്ടായി. അത് യേശുവിൻ്റെ രക്തത്തിന് നിഴലായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 3:21 യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അത്തിയില കൊണ്ട്, വൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് അവർ ഡ്രസ്സ് ഉണ്ടാക്കി. പക്ഷെ നമുക്കറിയാം, വൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയാൽ ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കത്തില്ല, അത് വാടിപ്പോകും, അത് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ദൈവം കായീനും ഹാബീലും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യഹോവയായ ദൈവം ആദമിനും അവൻ്റെ ഭാര്യയ്ക്കും സ്കിന്ന് കൊണ്ട്, തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി. അങ്ങനെ തോലുകൊണ്ട് ഇവരുടെ നഗ്നത മറയ്ക്കാൻ ഇവർക്ക് ഉടുപ്പുണ്ടാക്കണമെങ്കിൽ ആ ഏദൻ തോട്ടത്തിൽ ഏതോ ഒരാട്, ഏതോ ഒരു കാള രക്തമൊഴുക്കിയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ഹാലയിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? സ്കിൻ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്, സ്കിൻ കോട്ട് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. തോലെടുക്കണമെങ്കിൽ, ഒരു മൃഗത്തിൻ്റെ തോല് എടുക്കണമെങ്കിൽ ആ മൃഗം കൊല്ലപ്പെടണം. ഏതോ ഒരു ആടിൻ്റെ, ഏതോ ഒരു കാളക്കിടാവിൻ്റെ തോല് ഏദനിൽ ദൈവം എടുത്ത് ആദത്തെ ഹൗവയെ ഉടുപ്പിച്ചെങ്കിൽ കായീനും ഹാബേലിനും ഒക്കെ മുൻപ് തന്നെ ഒരു മൃഗം ഏദനിൽ രക്തമൊഴുക്കിയിട്ടുണ്ട്. ആ മൃഗമൊഴുക്കിയ രക്തത്തിൻ്റെ വിലയാണ് ആദത്തിൻ്റെ ഹൗവയുടെയും നഗ്നത മറയപ്പെട്ടതെങ്കിൽ അത് യേശു കർത്താവിന് നിഴലായിരുന്നു. അവിടെ തകർക്കപ്പെട്ട ആ മൃഗം യേശുവിൻ്റെ രക്തത്തിന് നിഴലായിരുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തും വാങ്ങിക്കാൻ ലഭിക്കും പ്രിയപ്പെട്ടവരെ. ഒരു ഫ്ലൈറ്റ്, എല്ലാത്തിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇല്ലാത്ത ഒന്നുണ്ട് പ്രിയമുള്ളവരെ, അതിന് ഓപ്ഷൻ ഇല്ല. നിന്റെ പാപത്തെ വിമോചിപ്പിക്കാൻ, നിന്റെ ജന്മകർമ്മ പാപത്തെ വിമോചിപ്പിക്കാൻ, ശാപങ്ങളെ നീക്കം ചെയ്യാനുള്ള ഒരു മരുന്നും ഒരു മെഡിക്കൽ സ്റ്റോറിലുമില്ല. ജന്മകർമ്മ പാപങ്ങളെയും ശാപങ്ങളെയും നീക്കം ചെയ്യാനുള്ള ഒരു സർജറിയും ഒരു മെഡിസിനും ഈ ലോകത്തിൽ ആർക്കും ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം കുരുടനെ വഴി കാണിക്കാൻ കഴിയത്തില്ല. എല്ലാവരും ഈ ഭൂമിയിൽ പാപത്തിലാണ് ജീവിക്കുന്നത്. കാഴ്ചയുള്ളവന് മാത്രമേ കാഴ്ചയില്ലാത്തവനെ കൈപിടിച്ച് നടത്താൻ കഴിയത്തുള്ളൂ. വെളിച്ചം കയ്യിലുള്ളവന് മാത്രമേ ഇരുട്ടിലിരിക്കുന്നവനെ വഴി കാണിക്കാൻ കഴിയത്തുള്ളൂ. പാപമില്ലാത്തവന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ പാപരഹിതനായി കടന്നു വന്ന് തൻ്റെ ജീവനെ നൽകിയ രക്തത്തെ ഒഴുക്കിയവനാണ് എൻ്റെ കർത്താവ്. എത്ര പേർ പറയും, ഞാൻ ആ കാരണം കൊണ്ട് യേശുവിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. എൻ്റെ കടഭാരം മാറ്റിയത് കൊണ്ടല്ല, എൻ്റെ രോഗം സൗഖ്യമാക്കിയത് കൊണ്ടല്ല, എൻ്റെ ബന്ധനം അഴിച്ചത് കൊണ്ടല്ല, എൻ്റെ കുടുംബത്തിനോ എൻ്റെ പാരമ്പര്യത്തിനോ എൻ്റെ മതത്തിനോ എൻ്റെ ജാതിക്കോ എൻ്റെ കുടുംബക്കാർക്കോ ചെയ്തു തരുവാൻ കഴിയാത്ത എൻ്റെ ജന്മകർമ്മ പാപങ്ങളെ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം വിമോചിപ്പിച്ചു എന്ന ഉറപ്പുള്ളവർ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തമൊഴുകാതെ ഒരനുഗ്രഹങ്ങളും വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ഞാൻ കാണുന്നില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് 20-ാമത്തെ വാക്യം ഒന്ന് നോക്കുക. നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത പറവകളിൽ നിന്നും ചിലതെടുത്ത് യാഗപീഠത്തിൻ്റെ മേൽ ഹോമയാഗം അർപ്പിച്ചു.
മൃഗങ്ങളെ യാഗമായി നോഹ കൊടുത്തു. 21 വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഇനി ഞാൻ മനുഷ്യന്റെ നിമിത്തം ഭൂമിയെ ശപിക്കില്ല. ഇനി ഞാൻ മനുഷ്യന്റെ നിമിത്തം ഭൂമിയെ ശപിക്കില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നു പോകില്ല. ഇന്ന് കാണുന്ന വിന്ററും സമ്മറും എല്ലാം ഒരാൾ കഴിച്ച യാഗത്തിന്റെ മുൻപിലാണ്. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ഉണ്ടാകും. ദൈവം തമ്പുരാൻ ഒരു തീരുമാനമെടുത്തു. നിങ്ങൾക്കറിയാം ദൈവം എടുത്ത തീരുമാനം എന്നാണെന്നറിയാമോ? ദൈവം ഈ ഭൂമിയെ ശപിക്കുവാൻ തീരുമാനിച്ചു. ഓൾറെഡി ഈ എർത്തിനെ, ഈ ഭൂമിയെ ദൈവം കേഴ്സ് ചെയ്തു. ദൈവം ശപിച്ചു. ശാപത്തിൻ്റെ കീഴിലാണ് ഭൂമി കിടക്കുന്നത്. ആ സമയത്താണ് പ്രളയമുണ്ടാകുന്നത്. ആ കേഴ്സിൻ്റെ, ആ ശാപത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഉണ്ടായ പ്രളയം. ഹല്ലേലൂയ. അതിനകത്തുനിന്ന് നീതിമാനായ നോഹയും അവൻ്റെ കുടുംബവും മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ പ്രളയത്തിന് ശേഷം പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ നിറങ്ങി വന്ന് ആദ്യം ചെയ്തത്, യഹോവയ്ക്ക് നോഹ ഒരു യാഗം കഴിച്ചു. യാഗപീഠം പണിതു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് എടുത്ത് യാഗം കഴിച്ചു. നമുക്കറിയാം ആ യാഗത്തിൻ്റെ മുൻപിൽ, ആ യാഗത്തിൻ്റെ മുൻപിൽ ദൈവം തൻ്റെ തീരുമാനങ്ങളെ മാറ്റി. ദൈവം തീരുമാനിച്ചു, ഇനി ഞാൻ മനുഷ്യനെ ശപിക്കില്ല. ഇനി വേനലുണ്ടാകും, ഉഷ്ണമുണ്ടാകും, ശീതമുണ്ടാകും, വർഷമുണ്ടാകും, രാവും പകലും നിന്നു പോകുകയില്ല. ഞാൻ ഈ ജനതയെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, ആ നോഹ കഴിച്ച യാഗത്തിൻ്റെ മുൻപിലാണ് ദൈവത്തിൻ്റെ കോപവും ദൈവത്തിൻ്റെ ശാപവും ദൈവികമായ എല്ലാ തിന്മയും നീങ്ങിപ്പോകുന്നത്. ഇതുപോലെ മാനവകുലം മുഴുവൻ ശാപത്തിൽ കിടന്നപ്പോൾ, പാപത്തിൽ കിടന്നപ്പോൾ, തകർച്ചയിൽ കിടന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമാക്കിയ ആ ക്രൂശിലെ പരമയാഗത്തിൽ ഒരു മനുഷ്യൻ, ഒരു സഹോദരി, ഒരു സഹോദരൻ വിശ്വസിക്കുമ്പോൾ, ആ യാഗമായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തെ വ്യക്തിപരമായി സ്വീകരിച്ച് ഏറ്റെടുത്ത് പാപങ്ങളെ കഴുകുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുൻകഴിഞ്ഞ നാളുകളിൽ അപ്പനപ്പന്മാരായി നിലകൊള്ളുന്ന ശാപങ്ങൾ, അപ്പനപ്പന്മാരായി കിടക്കുന്ന പാപത്തിൻ്റെ തിന്മകൾ, ഇത് മുഴുവൻ തമ്പുരാൻ ആ തീരുമാനങ്ങളെ മുഴുവൻ ചേഞ്ച് ചെയ്ത് നിന്റെ പഴയ ഫയല് ക്ലോസ് ചെയ്യുകയാണ്. എത്ര പേർക്ക് ഞാൻ നിന്റെ പഴയ ഫയല് ദൈവം ക്ലോസ് ചെയ്യുകയാണ്? ജീവിതത്തിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, യേശുവിൻ്റെ രക്തം എൻ്റെ ശാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന രക്തം, യേശുവിൻ്റെ രക്തം എൻ്റെ ശാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന രക്തം? ശബ്ദമുയർത്തി ഹല്ലേലൂയ. നോഹ കഴിച്ച യാഗത്തിൻ്റെ മുൻപിൽ ദൈവം തീരുമാനങ്ങളെ മാറ്റിയതുപോലെ ക്രൂശിലെ യാഗത്തിൻ്റെ മുൻപിൽ ന്യായപ്രമാണത്തിൻ്റെ നടിച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞ് ക്രൂശിലെ യാഗത്തിൻ്റെ മുൻപിൽ അബ്രഹാമ്യ അനുഗ്രഹം ഒരു തലമുറയ്ക്ക് മാത്രമേ ഉള്ളൂ, യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന നിലപാടിൽ നിന്ന് വിശ്വസിക്കുന്ന ഏവനും അബ്രഹാമിൻ്റെ സന്തതികളാക്കി പുറംപറമ്പിൽ കിടന്ന എന്നെയും നിങ്ങളെയും സ്വന്തം മക്കളാക്കി, കാട്ടൊലിവായിരുന്ന നമ്മെ അവൻ നാട്ടൊലിവാക്കി, അവൻ സ്വന്തമാക്കി മാറ്റി. ആ രക്തത്തിനൊന്ന് നന്ദി പറയാമോ? ആ രക്തത്തിനൊന്ന് നന്ദി പറയാമോ? ആ രക്തത്തിനൊന്ന് നന്ദി പറയാമോ? ആ രക്തത്തിനൊന്ന് നന്ദി പറയാമോ? യാഗം പൂർണ്ണമാകുന്നത് യാഗപീഠത്തിൽ തീ കത്തുമ്പോഴാണ്. യേശു കർത്താവ് ക്രൂശിൽ യാഗമായപ്പോൾ, യേശു കർത്താവ് മോനെ ക്രൂശിൽ യാഗമായപ്പോൾ, ആ യാഗമായി കഴിഞ്ഞതിൻ്റെ 50-ാം ദിവസം വേദപുസ്തകം പറയുന്നു, ശിഷ്യന്മാർ ഒന്നിച്ച് ഒരു മുറിയിൽ ഒന്നിച്ച് 120 പേരോളം കൂടിയിരുന്നു. യേശു കർത്താവ് ക്രൂശിൽ യാഗമായി രക്തമൊഴുകി അവസാന തുള്ളി രക്തവും അവൻ നമുക്ക് നൽകി. പക്ഷെ ആ യാഗം പൂർണ്ണമായത് എപ്പോഴാണെന്നറിയാമോ? ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. യാഗം പൂർണ്ണമാകുന്നത് യാഗപീഠത്തിൽ തീ കത്തുമ്പോഴാണ്. യാഗം കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ടാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ തീ എടുക്കാൻ മറക്കാതിരുന്നത്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി കഴിഞ്ഞപ്പോൾ ആ യാഗത്തെ കംപ്ലീറ്റ് ചെയ്യുവാൻ, ആ യാഗത്തെ കൺഫേം ചെയ്യുവാൻ, ആ യാഗത്തെ ഉറപ്പിക്കുവാൻ കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മേൽ പിളർന്ന അഗ്നിനാവുകൾ ഇറങ്ങി വന്നു. അത് വെളിപ്പെട്ടപ്പോൾ ആ യാഗം കംപ്ലീറ്റ് ആകുകയാണ്.
ആ തീ വെളിപ്പെട്ടപ്പോൾ ക്രൂശിലെ യാഗം അവിടെ പൂർണ്ണമാകുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു തീയായി ശിഷ്യഗണങ്ങളുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ ക്രൂശിലെ യാഗം ഫുൾഫിൽ ചെയ്യപ്പെടുകയാണ്, ഉറപ്പിക്കപ്പെടുകയാണ്. താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്, താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ്. ആ രക്തത്തിന്റെ മുൻപിൽ, ആ രക്തത്തിന്റെ മുൻപിൽ ഈ യേശു കർത്താവിന്റെ വിലാപ്പുറത്തൊരു പടയാളി കുന്തം കൊണ്ട് കുത്തിയല്ലേ? നിങ്ങൾക്കറിയാമോ ഹവ്വായെ എങ്ങനെ പുറത്തെടുത്തതെന്ന്? ഹവ്വായെ ദൈവം ഉണ്ടാക്കിയത് നട്ടല്ലിലെ എല്ലല്ല, തോളിന്റെ എല്ലല്ല, ദിസ് പാർട്ട്, ഹാർട്ട്, ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന എല്ലൊന്നെടുത്താണ്. അവിടെ തന്നെയാണ് പടയാളികൾ അവന്റെ വിലാപ്പുറം എന്ന് പറയുന്ന ആ ഭാഗമാണ്, അവന്റെ ഹൃദയത്തോട് ചേർന്നുള്ള ഭാഗത്താണ് കുന്തം കൊണ്ട് കുത്തിയത്. Are you listening me? ഒന്നാമത്തെ ആദത്തിന്റെ വിലാപ്പുറം തകർക്കപ്പെട്ടപ്പോൾ ദൈവം സർജറി ചെയ്ത് കീറി അവന്റെ മണവാട്ടിയാകുന്ന ഹവ്വായെ പുറത്തെടുത്തു. ഒടുവിലത്തെ ആദമായ ക്രിസ്തുവിന്റെ വിലാപ്പുറം തകർക്കപ്പെട്ടപ്പോൾ അവന്റെ മണവാട്ടിയാകുന്ന സഭയെ പുറത്തെടുത്തു. രണ്ട് തമ്പുരാൻ പുറത്തെടുക്കുകയാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, യേശു തന്റെ രക്തത്താൽ സമ്പാദിച്ച അവന്റെ സഭ. യേശു തന്റെ രക്തത്താൽ സമ്പാദിച്ച അവന്റെ സഭ. യേശു തന്റെ രക്തത്താൽ സമ്പാദിച്ച അവന്റെ സഭ. ഒടുവിലത്തെ യാതമായ ക്രിസ്തുവിന്റെ വിലാപ്പുറം തകർക്കപ്പെട്ടപ്പോൾ അവന്റെ മണവാട്ടിയാകുന്ന സഭ പുറത്തു വന്നു. ആ സഭയെ ഉറപ്പിക്കുവാൻ, ആ യാഗത്തെ കൺഫേം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അവരുടെ മേൽ മഴ പെയ്യിക്കുകയല്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം അവരുടെ മേൽ പിളർന്ന അഗ്നി നാവുകളായി ഇറങ്ങുകയായിരുന്നു. കാരണം യാഗം പൂർണ്ണമാകുന്നത് യാഗപീഠത്തിൽ തീ കത്തുമ്പോഴത്രേ. ശാപത്തെ മാറ്റുന്ന യേശുവിന്റെ രക്തം, പാപത്തെ മാറ്റുന്ന യേശുവിന്റെ രക്തം. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. മുൻപേ ദുഷ്പ്രവൃത്തികളിൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ക്രിസ്തു ഇപ്പോൾ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത്. ഈ പിതൃപാരമ്പര്യം എന്ന് പറയുന്നതിന് അവിടെ എഴുതിയിരിക്കുന്ന ഫോർ ഫാദേഴ്സ്, ഫ്രം യുവർ ഫാദേഴ്സ്, അപ്പൻ്റെ വഴിയിൽ നിന്ന്, കുടുംബ വഴിയിൽ നിന്ന് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടും. ഇംഗ്ലീഷിൽ നോക്കിയാൽ ഫ്രം യുവർ ഫാദേഴ്സ്, പിതാക്കന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നത്. അത് നിങ്ങൾക്കറിയാം, ഈ കേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ വല്യപ്പൻ അതുണ്ടായിരുന്നു, എൻ്റെ അപ്പൻ അതുണ്ടായിരുന്നു, എനിക്കും അതുണ്ട്. ഡോക്ടർമാരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ, ഒരു ഹാർട്ടിന് പ്രയാസമായിട്ടൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടാൽ ഡോക്ടർ ആദ്യം ചോദിക്കും, അപ്പനോ വല്യപ്പനോ വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ട് സംബന്ധമായ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും, ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ഇങ്ങനെ പിതാക്കന്മാരാൽ, അപ്പനപ്പന്മാരായിട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ചിലതുണ്ട്, പിതൃപാരമ്പര്യങ്ങൾ. അതെല്ലാം കയറി വരും. ശാപം, തകർച്ചകൾ, ഡിമോണിക് തിങ്സ്, മെനി തിങ്സ്, ഇതെല്ലാം കയറി വരും. എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല. 19-ാം വാക്യം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഇതൊരു ചെയിനാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളും ഒരു കണ്ണിയാണ്, ഒരു കാണിയല്ല, നിങ്ങളും ഒരു കണ്ണിയാണ്. അപ്പനപ്പന്മാരായ അമ്മ വഴിക്ക് അപ്പം വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ DNA-യിൽ, ആ ലൈനേജിൽ നിങ്ങളും ഒരു കണ്ണിയാണ്. ചേർന്ന് ആമേൻ പറയാവോ? അതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാകുന്ന കണ്ണിയിൽ യേശുവിൻ്റെ രക്തം വീണാൽ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളാകുന്ന കണ്ണിയിൽ യേശുവിൻ്റെ ഒരു തുള്ളി രക്തം വീണാൽ, നിങ്ങളാകുന്ന കണ്ണിയിൽ യേശുവിൻ്റെ രക്തം കഴുകപ്പെട്ടാൽ, അവിടം കൊണ്ട് കർത്താവ് നിങ്ങളെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓ ഹല്ലേലൂയ. നീ ഇനി ആ പഴയ ശാപത്തിലല്ല,
കരം അടിക്കണമെങ്കിൽ കരം അടിക്കാം, സ്തുതിക്കണമെങ്കിൽ സ്തുതിക്കാം, സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം. ആ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ സകല നടപ്പിൽ നിന്നും ശാപബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തം, യേശുവിൻ്റെ പരിശുദ്ധ രക്തം. ശബ്ദമുയർത്തി യേശുവിൻ്റെ പരിശുദ്ധ രക്തം. Hallelujah. I am receiving all the blessings through his blood.